നമസ്കാരം. പ്രധാന വാർത്തകൾ. കാർഗിൽ വിജയത്തിന് 25 വയസ്സ്. നുഴഞ്ഞുകയറിയ പാകിസ്ഥാൻ സേനയെ തുരത്തി ഇന്ത്യൻ സൈന്യം വിജയം കൈവരിച്ചതിന്റെ ആവേശസ്മരണയിൽ രാഷ്ട്രം കാർഗിൽ വിജയ് ദിവസ് ആഘോഷിച്ചു. ജന്മനാടിനായി പൊരുതിയ ധീരജവാന്മാർക്ക് ആദരം. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരെ രാഷ്ട്രം ആദരവോടെ സ്മരിച്ചു. എഴുത്തു ലോട്ടറി. തൃത്താലയിൽ 3 യുവാക്കൾ അറസ്റ്റിൽ. പണവും മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തു. എഴുത്തു ലോട്ടറി മാഫിയയെ സംബന്ധിച്ച രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് മിന്നൽ പരിശോധന നടത്തിയത് മേഴത്തൂർ സെന്ററിലും സമീപത്തെ കടകളിലും. തൃശൂർ വളപ്പാട് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരി 20 കോടിയുടെ തട്ടിപ്പ് നടത്തിയതായി പരാതി. വ്യാജ അക്കൌണ്ടുകളിലേക്ക് വായ്പയെന്ന നിലയിൽ പണം മാറ്റി. ആരോപണവിധേയയായ സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് മാനേജർ കൊല്ലം തിരുമല സ്വദേശിനി ധന്യ ഒളിവിൽ. പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കും. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണന ആരോപിച്ച് പാലക്കാട്ട് CPM പ്രതിഷേധം. സംഘപരിവാർ ആശയങ്ങൾക്ക് വിരുദ്ധമായി പുരോഗമന ചിന്ത ഉയർത്തിപ്പിടിക്കുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി അടിച്ചമർത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. ബജറ്റ് സ്ത്രീവിരുദ്ധമെന്നാരോപിച്ച് ഷൊർണൂരിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രതിഷേധം. പ്രവാസികളോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരള പ്രവാസി സംഘം. കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കേരളത്തിന്റെ ഭൂപടം അയച്ച് യൂത്ത് കോൺഗ്രസ്. വടക്കാഞ്ചേരി വാഴാനി ഡാം തുറന്നു. പുഴയോരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന അധികൃതർ. ഡാമിന്റെ 4 ഷട്ടറുകൾ ഉയർത്തിയത് 5 സെന്റിമീറ്റർ വീതം. മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന കാറ്റ് പരക്കെ നാശം വിതയ്ക്കുന്നു. ദേശമംഗലം കൊണ്ടയൂരിൽ മരം വീണ് വീട് തകർന്നു. വീട്ടിലുണ്ടായിരുന്ന 2 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പറളി ആറ്റുപുറത്ത് മരം കടപുഴകി വീണ് വീട് തകർന്നതോടെ നിർധന കുടുംബം പ്രതിസന്ധിയിൽ. പഴയന്നൂരിൽ എതിരെ വന്ന വാഹനത്തിന് വശം കൊടുക്കുന്നതിനിടെ ടിപ്പർ ലോറി കുളത്തിലേക്ക് മറിഞ്ഞു. വാർത്തകൾ വിശദമായി. കാർഗിൽ വിജയത്തിന് 25 വയസ്സ്. ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞുകയറിയ പാകിസ്ഥാൻ സേനയെ തുരത്തി സൈന്യം വിജയം കൈവരിച്ചതിന്റെ ആവേശവുമായി രാഷ്ട്രം കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചു. രാജ്യത്തിനായി പൊരുതിയ ധീരജവാന്മാരെ സ്മരിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ ചടങ്ങുകൾ നടന്നു. തൃശൂർ അയ്യന്തോൾ അമർ ജവാൻ സ്മാരകത്തിൽ സിൽവർ ജൂബിലി കാർഗിൽ വിജയ് ദിവസ് ആഘോഷം സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് തൃശൂർ ജില്ലാ കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് അയ്യന്തോൾ അമർ ജവാൻ സ്മാരകത്തിൽ കാർഗിൽ വിജയ് ദിവസ് സിൽവർ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചത്. മേയർ MK വർഗീസ് പുഷ്പചക്രം സമർപ്പിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS, കാർഗിൽ യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച ഹവിൽദാർ ഈനാസുവിൻ്റെ ഭാര്യ സിജി, കൗൺസിലർമാരായ N പ്രസാദ്, സുനിത വിനു, PK ഷാജൻ, എക്സ് സർവീസസ് ലീഗ് ജില്ലാ പ്രസിഡന്റ് അശോക് കുമാർ, സെക്രട്ടറി ബേബി മാത്യു, ട്രഷറർ ഉദയകുമാർ, കേണൽ H പത്മനാഭൻ, ജില്ലാ മഹിളാ വിംഗ് പ്രസിഡന്റ് ശോഭന വിദ്യാസാഗർ, സെക്രട്ടറി K ഉഷ തുടങ്ങിയവർ പങ്കെടുത്തു. കമ്മിറ്റി അംഗങ്ങളും സംഘടനാ ഭാരവാഹികളും പുഷ്പചക്രം സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കാർഗിൽ സ്മരണ പുതുക്കി എക്സ് സർവീസസ് ലീഗ്. പാലക്കാട് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. വിമുക്ത ഭടന്മാരും സൈനിക പരിശീലനം നേടുന്നവരും യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു. പാലക്കാട്ട് എക്സ് സർവീസസ് ലീഗിന്റെ നേതൃത്വത്തിൽ നടന്ന കാർഗിൽ വിജയ് ദിവസ് ചടങ്ങിന് ജില്ലാ പ്രസിഡന്റ് MP ചന്ദ്രമോഹൻ, ട്രഷറർ K വേലു, ഹോണററി ക്യാപ്റ്റൻ GK നായർ, TV ശിവദാസ്, സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണവും നടന്നു. രാജ്യത്ത് ബഹുസ്വരത നിലനിർത്താനും ശത്രുക്കളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാനും ധീരമായ ഇടപെടലാണ് സൈനികർ നടത്തുന്നതെന്ന് ചടങ്ങിൽ എക്സ് സർവീസസ് ലീഗ് ജില്ലാ പ്രസിഡന്റ് MP ചന്ദ്രമോഹൻ ചൂണ്ടിക്കാട്ടി. ജോലി എന്നതിലപ്പുറം ജീവത്യാഗം ചെയ്യാൻ തയ്യാറായാണ് ഇന്ത്യൻ മണ്ണിനെ സൈനികർ കാത്തു സംരക്ഷിക്കുന്നത്. സൈനികരെ വേണ്ട വിധത്തിൽ അംഗീകരിക്കാൻ സമൂഹത്തിനും സർക്കാരിനും കഴിയേണ്ടതുണ്ടെന്നും വിമുക്ത ഭടന്മാർ പറഞ്ഞു. വിമുക്ത ഭടന്മാരും സൈനിക പരിശീലനം നേടുന്നവരും യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മംഗല ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ കാർഗിൽ വിജയത്തിന്റെ 25ാം വാർഷികം ആഘോഷിച്ചു. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഭടന്മാരെ ആദരിച്ചു. മംഗല CI പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. 5000-ഓളം അടി ഉയരത്തിലുള്ള ഒരു സ്ഥലമാണ്. ഭൂമിശാസ്ത്രമാരെ അതിന് പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഉയരത്തിൽ നിന്ന് ആക്രമിക്കുമ്പോൾ ശത്രുക്കളെ വളരെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ സാധിക്കും. അങ്ങനെയാണ് കുറച്ച് തണുപ്പ് കാലാവസ്ഥയിൽ നമ്മുടെ സൈനികർ അവിടെ നിന്ന് മാറിയ അവസരത്തിൽ ആ സ്ഥലത്ത്
ശത്രു രാജ്യങ്ങളുടെ തീവ്രവാദികളും ജവാന്മാരും എല്ലാവരും കയറി അത് കീഴ്പ്പെടുത്തിക്കാൻ ഉണ്ടായത്. അത് മനസ്സിലാക്കി ഉടനെ തന്നെ നമ്മുടെ പട്ടാളം അത് ആ ഭാഗം കീഴടക്കാൻ വേണ്ടി ഏകദേശം 72 ദിവസത്തോളം ചെയ്ത യുദ്ധത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത് തിരിച്ചു കിട്ടിയത്. വിമുക്ത ഭടന്മാരായ ഉണ്ണികൃഷ്ണൻ, കൃഷ്ണൻകുട്ടി, മണി, രവി, രാമൻകുട്ടി, സത്യൻ, കൃഷ്ണനുണ്ണി, നാരായണൻകുട്ടി എന്നിവരെയാണ് മങ്കര പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചത്. SI ജഗദീഷ് അധ്യക്ഷത വഹിച്ചു. ASI വിജയൻ, എക്സ് സർവീസസ് ലീഗ് മങ്കര ബ്ലോക്ക് പ്രസിഡന്റ് K മോഹൻദാസ്, SV ഹരിദാസ്, PK വിജയകുമാർ, ഷാഹുൽ ഹമീദ്, ഹനീഫ, ജനമൈത്രി ASI ഉഷ, EC ഉണ്ണികൃഷ്ണൻ, പ്രമോദ് മണ്ണൂർ, കൃഷ്ണൻകുട്ടി, ലീല ബാലകൃഷ്ണൻ, മുഹമ്മദ് പത്തിരിപ്പാല എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കാർഗിൽ വിജയ ദിവസത്തോടനുബന്ധിച്ച് പറളിയിലെ കാർഗിൽ യുദ്ധ സ്മാരകത്തിൽ എടത്തറ എക്സ് ഡിഫൻസ് ടീമിന്റെ നേതൃത്വത്തിൽ റീത്ത് സമർപ്പണം നടത്തി. യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീര ജവാന്മാരുടെ സ്മരണകൾ പങ്കുവയ്ക്കാൻ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവർ യുദ്ധസ്മാരകത്തിലെത്തിയിരുന്നു. ചടങ്ങിൽ 27 കേരള NCC ബറ്റാലിയനിൽ നിന്ന് മുഖ്യാതിഥിയായി നായബ് സുബേദാർ ബൽജിത് സിംഗ് പങ്കെടുത്തു. NCC PI സ്റ്റാഫും NCC കാഡറ്റ്സും റീത്ത് പരേഡ് നടത്തി. हमारे जो भी कारगिल में शहीद होते हैं वो सदा अमर रहते हैं, चाहे कितनी भी सदियां बीत जाए वो हमेशा हमारे दिल में रहेंगे। और हमेशा हम यही चाहेंगे, हमने पिछले साल इधर शुरू किया है और हम आगे मतलब आने वाले समय में इसको कंटिन्यू रखेंगे. കോർഡിനേറ്റർ ഹോണററി സുബേദാർ മേജർ K ദിവാകരൻ നേതൃത്വം നൽകി. റിട്ടയർഡ് ഹോണററി ക്യാപ്റ്റൻ കൃഷ്ണൻകുട്ടി, സെക്രട്ടറി നായബ് സുബേദാർ അക്ബർ അലി, പാലക്കാട് ടോപ്പ് ഇൻ ടൗൺ ഉടമ രാജു എടത്തറ, മങ്കര പോലീസ് സ്റ്റേഷൻ പ്രതിനിധി, പറളി സ്കൂൾ മാനേജർ കണ്ണൻ, പറളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രേണുകാദേവി, എടത്തറ രാജീവ് ഗാന്ധി സ്മാരക സ്കൂൾ മാനേജർ KM രമേഷ് എന്നിവർ റീത്ത് സമർപ്പിച്ചു. റിട്ടയർഡ് ഹവൽദാർ വിജയകുമാരൻ സ്വാഗതം പറഞ്ഞു. എടത്തറ ഡിഫൻസ് ടീം അംഗങ്ങളും നാട്ടുകാരും റീത്ത് സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കാർഗിൽ യുദ്ധത്തിന്റെ 25ാം വർഷത്തിൽ വിജയ് ദിവസ് വിമുക്ത ഭടന്മാരുടെ നേതൃത്വത്തിൽ ആചരിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കൊപ്പം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആചരണം. റീത്ത് സമർപ്പണവും പുഷ്പാർച്ചനയും ഉണ്ടായിരുന്നു. കാർഗിൽ യുദ്ധത്തിന്റെ 25ാം വർഷദിനത്തിൽ വിജയ് ദിവസ് വിമുക്ത ഭടന്മാരുടെ നേതൃത്വത്തിൽ കൊപ്പത്തും ആചരിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കൊപ്പം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വാർ മെമ്മോറിയൽ വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് വേണ്ടി റീത്ത് സമർപ്പണവും പുഷ്പാർച്ചനയും നടത്തിയത്. ബ്ലോക്ക് പ്രസിഡന്റ് N കുമാരൻ, റിട്ടയർഡ് മേജർ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ നോളേജിലുള്ളതും നമുക്ക് കിട്ടിയിട്ടുള്ള നോളേജും. കാർഗിൽ യുദ്ധം 1999 മെയ് 3 മുതൽ 26 ജൂലൈ വരെ നടന്നു. ആദ്യമായി ആ യുദ്ധവിജയത്തിന് വേണ്ടി പ്രയത്നിച്ച, ജീവത്യാഗം ചെയ്ത ധീര സൈനികർക്ക് ആദരാഞ്ജലികൾ. കാർഗിൽ യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1999 മെയ് മുതൽ ജൂലൈ വരെ നടന്ന യുദ്ധമാണ്. ജമ്മു കാശ്മീരിലെ കാർഗിൽ ജില്ലയിലും നിയന്ത്രണ രേഖ LOC ലൈൻ ഓഫ് കൺട്രോൾ ലംഘിച്ച് മറ്റു ചിലയിടങ്ങളിലും കടന്നുകയറ്റം നടന്നു. അതിനെ തുരത്താൻ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ വിജയം കണ്ടു. ഇന്ത്യയിൽ ഇതിനെ ഓപ്പറേഷൻ വിജയ് എന്ന് വിളിക്കുന്നു. സെക്രട്ടറി A സജീവ് കുമാർ, U വാസുദേവൻ, P ശശികുമാർ, കരുണദാസ്, സുധാകരൻ, V വിശ്വനാഥൻ, K ഹംസ, KP അലിക്കുട്ടി, P പ്രഭാകരൻ, N മോഹനൻ, KV ഗീത, ഇന്ദിരാ വിശ്വം, P ദേവി, സത്യവതി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വട്ടാമ്പി. മങ്കരയിൽ പരിസ്ഥിതി പ്രവർത്തകർ കാർഗിൽ വിജയ് ദിവസ് ആഘോഷിച്ചു. ചെമ്പകത്തൈകൾ നട്ടാണ് ആഘോഷത്തിന് തുടക്കം കുറിച്ചത്. എക്സ് സർവീസസ് ലീഗ് മങ്കര ബ്ലോക്ക് പ്രസിഡന്റ് K മോഹൻദാസ്, പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ എന്നിവർ ചേർന്ന് ചെമ്പകത്തൈ നട്ട് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഉദ്യമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഗിൽ വാറിന്റെ 25ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം 25 ഇതുമാതിരി വൃക്ഷങ്ങൾ നടാനുള്ള ആദ്യത്തെ വർഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്.
കാർഗിൽ വിജയത്തിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് 25 ചെമ്പക തൈകളാണ് പരിസ്ഥിതി പ്രവർത്തകർ നട്ടുപിടിപ്പിക്കുന്നത്. ചടങ്ങിൽ KKA റഹ്മാൻ, മുൻ സ്പെഷ്യൽ ബ്രാഞ്ച് SI പ്രമോദ് എന്നിവർ സംസാരിച്ചു. ഇന്ത്യയുടെ ധീര ജവാന്മാരുടെ സ്മരണയ്ക്കായി നമ്മുടെ പ്രഗത്ഭനെ കല്ലൂർ ബാലേട്ടൻ നേതൃത്വത്തിൽ നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് മോനേട്ടൻ നമ്മുടെ എന്തെന്നേക്കും മറക്കാനാവാത്ത നമ്മുടെ വിരിഞ്ഞ പൂക്കളുമായി ചെമ്പകപ്പൂ തെയ്യ് നിന്ന് നടത്തിട്ട് നമ്മുടെ മങ്കര മുഴുവൻ അതിന്റെ ശോഭയും മണവും ഉണ്ടാവാൻ അതുപോലെ മനുഷ്യന്റെ സ്വഭാവം കൂടി അതുപോലെ ചെമ്പകം മണം പോലെ മനുഷ്യ സ്വഭാവം കൂടി ആവാൻ വേണ്ടിയിട്ട് അതിന്റെയും കൂടി അർത്ഥത്തിലാണ് ചെമ്പകം വെച്ച് പിടിച്ചിട്ടുള്ളത്. പരിസ്ഥിതി പ്രവർത്തകരും വിമുക്ത ഭടന്മാരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. എഴുത്തു ലോട്ടറി തൃത്താലയിൽ 3 യുവാക്കൾ പിടിയിൽ. പോലീസ് നടത്തിയ പരിശോധനയിൽ പണവും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. മേഴത്തൂർ സെന്ററിലും സമീപത്തെ കടകളിലുമാണ് രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് മിന്നൽ പരിശോധന നടത്തിയത്. തൃത്താലയിൽ എഴുത്തു ലോട്ടറി മാഫിയക്കെതിരെ പോലീസ് വ്യാഴാഴ്ച വൈകുന്നേരം മുതലാണ് വിവിധയിടങ്ങളിൽ പരിശോധന നടത്തിയത്. 3 യുവാക്കളാണ് പരിശോധനയിൽ പിടിയിലായത്. മേഴത്തൂർ വൈദ്യമഠം മുറ്റപ്പള്ളിയാലിൽ സിറാജുദ്ദീൻ 27 വയസ്സ്, നടുവട്ടം തെക്കേപ്പുറത്ത് പ്രവീൺ 34 വയസ്സ്, നടുവട്ടം പാറക്കൽ ലാലു പ്രസാദ് 27 വയസ്സ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മേഴത്തൂർ സെൻട്രലും പുല്ലാനിക്കാവിന് സമീപമുള്ള കടകളിലുമാണ് രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് മിന്നൽ പരിശോധന നടത്തിയത്. വൈദ്യമഠം സെന്ററിന് സമീപം കോടനാട്ടെ സലൂണിൽ വെച്ചാണ് സിറാജുദ്ദീൻ പിടിയിലായത്. മറ്റു 2 പേരെ മേഴത്തൂർ സെൻട്രലിൽ വെച്ച് പിടികൂടി. യുവാക്കളുടെ മൊബൈൽ ഫോണിൽ നിന്ന് എഴുത്തു ലോട്ടറി നമ്പറുകളും മറ്റ് രേഖകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. 2 ഇടങ്ങളിൽ നിന്നായി 11,500 രൂപയും പോലീസ് പിടിച്ചെടുത്തു. 3 ലോട്ടറി ആക്ട് പ്രകാരമുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയിൽ ഹാജരാക്കി. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ടിക്കറ്റുകളിൽ സമ്മാനം നേടാൻ സാധ്യതയുള്ള നമ്പറുകൾ മുൻകൂട്ടി ഊഹിച്ചെഴുതുന്നതാണ് എഴുത്തു ലോട്ടറിയുടെ രീതി. തൃത്താല SHO TV സജിത് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ വലപ്പാട് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടി ജീവനക്കാരി മുങ്ങിയതായി പരാതി. വ്യാജ അക്കൌണ്ടുകളിലേക്ക് പണം മാറ്റി 20 കോടിയോളം രൂപ യുവതി തട്ടിയെടുത്തതായാണ് പരാതി. സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് മാനേജർ കൊല്ലം തിരുമല സ്വദേശിനി ധന്യ മോഹനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. 5 വർഷമായി വിവിധ വ്യാജ അക്കൌണ്ടുകളിലേക്ക് വായ്പയായാണ് ധന്യമോഹൻ പണം മാറ്റിയത്. 18 വർഷത്തോളം സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്ന ധന്യ സ്ഥാപനത്തിന്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്നു. ഡിജിറ്റൽ പേഴ്സണൽ ലോൺ എന്ന പേരിൽ കുടുംബങ്ങളുടെ അക്കൌണ്ടുകളിലേക്കായിരുന്നു ധന്യ പണം മാറ്റിയിരുന്നത്. സംഭവത്തിൽ വലപ്പാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രത്യേക അന്വേഷണ സംഘമാകും കേസ് അന്വേഷിക്കുക. ഓഡിറ്റിൽ തട്ടിപ്പ് കണ്ടെത്തിയതോടെ യുവതി ഒളിവിൽ പോവുകയായിരുന്നു. ബന്ധുക്കളുടെ അടക്കം അക്കൌണ്ടുകളിലേക്ക് പണം കൈമാറ്റം ചെയ്തുവെന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ യുവതിക്കും ബന്ധുക്കൾക്കുമെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ പാലക്കാട്ട് CPM പ്രതിഷേധം. CPM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. വിക്ടോറിയ കോളേജ് പരിസരത്തു നിന്ന് ആരംഭിച്ച പ്രകടനം 5 വിളക്കിൽ സമാപിച്ചു. സംഘപരിവാർ സമീപനത്തിന് ഭിന്നമായി പുരോഗമനപരമായി ചിന്തിക്കുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായും സാമൂഹികമായും തകർക്കുന്ന ബജറ്റാണ് കേന്ദ്രം അവതരിപ്പിച്ചതെന്ന് പ്രതിഷേധയോഗം ഉദ്ഘാടനം ചെയ്ത CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. വിദേശ വ്യവസായങ്ങൾക്ക് ഉഴുതുമറിക്കാനായി രാജ്യത്തെ വിട്ടുകൊടുക്കാനാണ് വിദേശ തീരുവകൾ കുറച്ചത്. രാജ്യസമ്പത്ത് അധികാരം നിലനിർത്താനായി ചില സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരിക്കൊടുക്കുന്നു. എതിർ ശബ്ദങ്ങളെ അവഗണിച്ചാലും മോദി സർക്കാരിന് ജനാധിപത്യ ഇന്ത്യയിൽ അധികകാലം പിടിച്ചു നിൽക്കാനാകില്ലെന്നും NN കൃഷ്ണദാസ് പറഞ്ഞു. പാലക്കാട്ടുള്ള നമ്മൾ ഓരോരുത്തരും ഓർക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട കാര്യമുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസത്തിലാണ് നടന്നത്. പാലക്കാട്ട് ഏപ്രിൽ 26-നായിരുന്നു വോട്ടെടുപ്പ്. തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ട് ഫെബ്രുവരി മാസത്തിൽ പാലക്കാട്ട് BJPക്കാർ പാലക്കാട് ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പാലക്കാട്ട് ഉണ്ടാക്കാൻ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയിട്ടാണ് അത്ര ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കിയത്. ഇവിടുത്തെ പത്രങ്ങളൊക്കെ വലിയ വാർത്ത കൊടുത്തത് ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കിയിരിക്കുന്നു AIMSന് വേണ്ടി എന്നൊക്കെ. വാസ്തവത്തിൽ എന്തിനായിരുന്നു ആക്ഷൻ കൗൺസിൽ? അവരല്ലേ ഇന്ത്യ ഭരിക്കുന്നത്. ഇവിടെയുള്ള BJPക്കാർ പറഞ്ഞാൽ പോരെ കേരളത്തിലേക്ക് ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തരണം. അതിന് ആക്ഷൻ കൗൺസിൽ എന്തിനാ? വേഷം കെട്ടലായിരുന്നു. ഇപ്പോ കേരളത്തിന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചില്ല. ഈ ആക്ഷൻ കൗൺസിലുകാർ എവിടെ?
ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കിയിട്ടുള്ള ആക്ഷൻ കൗൺസിലുകാർ പാലക്കാട് എവിടെ? കേരളത്തിന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇല്ലല്ലോ. ഇന്ത്യ രാജ്യത്ത് നിങ്ങൾക്കറിയുമ്പോൾ 28 സംസ്ഥാനങ്ങളുണ്ട്. ഈ 28 സംസ്ഥാനങ്ങളിൽ ചില സംസ്ഥാനങ്ങളൊക്കെ നാമമാത്രമായിട്ടുള്ള സംസ്ഥാനങ്ങളാണ്, പേരിന് മാത്രമേ. CPM ജില്ലാ കമ്മിറ്റി അംഗം TK നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ V സുരേഷ്, KK ദിവാകരൻ, അജിത് സക്കറിയ, MS കറിയ, ഏരിയ സെക്രട്ടറി K കൃഷ്ണൻകുട്ടി, CP പ്രമോദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. കേരളത്തെ പാടെ അവഗണിച്ച ബജറ്റ് സ്ത്രീവിരുദ്ധമാണെന്നും അസോസിയേഷൻ ആരോപിച്ചു. ബജറ്റിനെതിരെ AIDWA ഷൊർണൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഷൊർണൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം അസോസിയേഷൻ ഏരിയ സെക്രട്ടറി P സിന്ധു ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ബജറ്റ് എടുത്ത് പരിശോധിച്ച സ്ത്രീകൾക്ക് വേണ്ടി ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. മഹിളാ അസോസിയേഷൻ വില്ലേജ് പ്രസിഡന്റ് P ജിഷ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CK സൗമ്യ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സിന്ധു നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേന്ദ്ര ബജറ്റിലെ പ്രവാസി അവഗണനയ്ക്കെതിരെ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കേരള പ്രവാസി സംഘത്തിന്റെ പ്രതിഷേധം. കേന്ദ്ര സർക്കാർ പ്രവാസികളോടുള്ള അവഗണന ആവർത്തിക്കുകയാണെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി P സൈതാലിക്കുട്ടി പറഞ്ഞു. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നതിലെ പ്രധാന ശക്തി പ്രവാസികളുടെ പണമാണ്. മണലാരണ്യങ്ങളിൽ ഏറെക്കാലം അധ്വാനിച്ച സമ്പാദ്യം കൊണ്ടാണ് നിരവധി ചെറുകിട വ്യവസായങ്ങൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സ്വകാര്യ നയം വിമാനയാത്രയ്ക്ക് പല മടങ്ങ് തുക അധികം നൽകേണ്ട സ്ഥിതിയിൽ എത്തിച്ചു. വിമാനയാത്രാ നിരക്ക് കുറയ്ക്കാൻ സർക്കാരിന് ഇടപെടാൻ കഴിയില്ലെന്ന വ്യോമയാന മന്ത്രിയുടെ പ്രസ്താവന പ്രവാസികളെ ദ്രോഹിക്കുന്നതാണ്. പല തരത്തിലാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രവാസികളോടുള്ള അവഗണനയും ദ്രോഹവും തുടരുന്നതെന്നും സൈതാലിക്കുട്ടി ആരോപിച്ചു. ഈ 2014 മുതൽ 2018 വരെയുള്ള കാലഘട്ടങ്ങളിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ മോദി സന്ദർശനം നടത്തുകയുണ്ടായി. അവിടുത്തെ മോദി സന്ദർശനം നടത്തിയ എല്ലാ രാജ്യത്തെയും ഇന്ത്യൻ സമൂഹത്തെ വിളിച്ചു വരുത്തിക്കൊണ്ട് അദ്ദേഹം പ്രവാസികളോട് ഘോരഘോരം പ്രസംഗിച്ചു. പ്രവാസികളുടെ പ്രശ്നങ്ങളെ കുറിച്ച് അദ്ദേഹം തൊട്ടില്ല. അവസാനം അദ്ദേഹം അവരെ കൊണ്ട് ജയ് ഭാരത് മാതാ കി എന്ന് 3 തവണ വിളിപ്പിച്ചു. പിന്നെ അദ്ദേഹം ചെയ്തത് വിദേശ രാജ്യങ്ങളിൽ അമ്പലങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് തുടങ്ങിയത്. ഇന്ത്യയിൽ അമ്പലങ്ങൾ ഉണ്ടാക്കിയതിന് പുറമെ വിദേശ രാജ്യങ്ങൾ UAE-യിലടക്കമുള്ള അമേരിക്കയിലടക്കമുള്ള രാജ്യങ്ങളിൽ അമ്പലങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ പ്രവർത്തനം നടത്തി. കേരള പ്രവാസി സംഘം ജില്ലാ പ്രസിഡന്റ് S സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VK ഉമ്മർ, സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മജീദ്, ലോക കേരള സഭാ അംഗം നന്ദിനി മോഹൻദാസ്, പ്രവാസി സംഘം പാലക്കാട് ഏരിയ സെക്രട്ടറി M ദിലീപ്, ജില്ലാ സെക്രട്ടറി MA നാസർ, ട്രഷറർ സൈദലവി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന് കേരളത്തിന്റെ ഭൂപടം അയച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. പാലക്കാട്ട് നടന്ന പ്രതിഷേധ സമരം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രമേശ് പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ടൗൺ നോർത്ത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഖിലേഷ് അയ്യർ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സതീഷ് തിരുവാലത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൗൺസിലർ D ഷജിത് കുമാർ, ഹരിദാസ് മച്ചിങ്ങൽ, KN ഉമ എന്നിവർ പ്രസംഗിച്ചു. ടൗൺ സൗത്ത് മണ്ഡലം പ്രസിഡന്റ് വൈശാഖ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ അർജുൻ സുരേഷ്, നന്ദു, നിവേദ്, ദിനേശ്, ഷിബു പുത്തൂർ, ഹക്കീം പുത്തൂർ, ബാബു, നിനീഷ്, സഞ്ജയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരി വാഴാനി ഡാം തുറന്നു.
ജലനിരപ്പ് 60.83 എത്തിയതോടെയാണ് ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നത്. സമീപവാസികൾക്കും പുഴയോരത്ത് താമസിക്കുന്നവർക്കും മുന്നറിയിപ്പ് നൽകിയ ശേഷം രാവിലെ 11 മണിക്കാണ് ഡാം തുറന്നത്. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെ ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും നേതൃത്വത്തിലാണ് ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നത്. 5 സെന്റിമീറ്റർ വീതമാണ് ഷട്ടറുകൾ ഉയർത്തിയത്. ഡാമിന്റെ മൊത്തം സംഭരണശേഷി 62.48 ആണ്. ജലനിരപ്പ് 60.83 എത്തിയതോടെയാണ് ഷട്ടറുകൾ ഉയർത്തിയത്. റോൾ മെയിന്റനൻസിന്റെ ഭാഗമായാണ് ഷട്ടറുകൾ തുറന്നത്. നേരത്തെ സമീപവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. പുഴയോരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ സയൻസ് ആക്ടിവിറ്റി പാർക്ക് മുഹമ്മദ് മുഹ്സിൻ MLA-യും ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ ടീച്ചറും സന്ദർശിച്ചു. 65ഓളം വ്യത്യസ്ത പഠനാനുബന്ധ പരീക്ഷണ നിരീക്ഷണങ്ങളാണ് ഇന്നൊവേറ്റീവ് ഐലൻഡ് എന്ന് നാമകരണം ചെയ്ത ലാബിൽ ഒരുക്കിയിരിക്കുന്നത്. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി PTA SMC തനത് ഫണ്ട് സ്വരൂപിച്ചാണ് സയൻസ് ആക്ടിവിറ്റി പാർക്ക് സജ്ജമാക്കിയിരിക്കുന്നത്. പാർക്ക് ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നതിന് മുന്നോടിയായി മുഹമ്മദ് മുഹ്സിൻ MLA-യും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ ടീച്ചറും സന്ദർശിച്ചു. 60ഓളം വ്യത്യസ്ത പഠനാനുബന്ധ പരീക്ഷ നിരീക്ഷണങ്ങളാണ് ഇന്നൊവേറ്റീവ് ഐലൻഡ് എന്ന നാമകരണം ചെയ്ത ലാബിൽ ഒരുക്കിയിരിക്കുന്നത്. ശാസ്ത്രപഠനം ലളിതവും ആകർഷകവും ജിജ്ഞാസാപരവും ആക്കുക എന്നതാണ് ഇന്നൊവേറ്റീവ് ഐലൻഡിൻ്റെ ഉദ്ദേശമെന്ന് പ്രധാനാധ്യാപിക KT ജലജ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വട്ടാമ്പി. ദേശമംഗലം കൊണ്ടയൂരിൽ അയൽവാസിയുടെ വളപ്പിലെ മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. കൊണ്ടയൂർ ഉണ്ണിയാട്ടിൽപ്പടി പരേതനായ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ രാധയുടെ ഓടിട്ട വീടിന് മുകളിലേക്കാണ് മരം വീണത്. വീട്ടിലുണ്ടായിരുന്ന 2 വയസ്സുകാരി ഉൾപ്പെടെ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച ഉച്ചയ്ക്കുണ്ടായ ശക്തമായ കാറ്റിലാണ് തൊട്ടടുത്ത വളപ്പിലെ മരം ഇവരുടെ വീടിന് മുകളിലേക്ക് കടപുഴകി വീണത്. വീട്ടുടമയായ രാധയുടെ മരുമകൾ 2 വയസ്സുള്ള കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് ഓടുകയായിരുന്നു. ഇതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി. വീട് താമസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. ഞാൻ പുറത്തുണ്ടായിരുന്നു, തുണിയോട് തോരടം വേണ്ടി വന്നപ്പോൾ മരം അവിടുന്ന് ഒരു സൗണ്ട് കേട്ടപ്പോൾ മരം ഇങ്ങോട്ട് ചാടിയത് കുട്ടി ആ റൂമിലുണ്ടായിരുന്നു. ഞാൻ ഓടി കുട്ടീനെ എടുത്തിട്ട് പുറത്തേക്ക് പോയി. അതുകൊണ്ടൊന്നും പറ്റിയില്ല, ഓടി ഇങ്ങോട്ട് വീഴുണ്ടായിരുന്നു. വിവരമറിഞ്ഞ ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയരാജ് സ്ഥലം സന്ദർശിച്ചു. താമസയോഗ്യമല്ലാത്ത വീട്ടിൽ നിന്ന് ഇവരെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്ത് പരിധിയിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തെ അപകടകരമായ നിലയിലുള്ള മരങ്ങൾ സ്വയം മുറിച്ചുമാറ്റി അപകടങ്ങൾ ഒഴിവാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു. പഞ്ചായത്ത് അതിനാവശ്യമായ സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാലവർഷക്കെടുതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഇപ്പോൾ പഞ്ചായത്തിലെ എയും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നെല്ലാം അപേക്ഷകൾ കൊടുത്ത് അവരുടെ മേൽക്കൂര പൂർവ്വസ്ഥിതിയിലാക്കാൻ ആവശ്യമായ ധനസഹായത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ദുരന്ത നിവാരണ ഇതിലേക്ക് കൊടുക്കും. പക്ഷെ അത് പാസ്സായി വരുന്നത് വരെയുള്ള സമയം അവർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാവും. അപ്പോൾ മേൽക്കൂര പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. ദേശമംഗലം പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് വീണും മതിലിടിഞ്ഞ് വീണും മരങ്ങൾ വീണുമെല്ലാം. ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സ്വകാര്യ വ്യക്തികൾ കാലവർഷക്കെടുതി വരുന്നതിനേക്കാൾ മുമ്പ് തന്നെ അവരുടെ വളപ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സ്ഥലത്ത് നിൽക്കുന്ന മരങ്ങൾ മറ്റൊരാളുടെ വീടിൻ്റെ മുകളിലേക്ക് വീണ് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് സ്വന്തം ചെലവിലും ഉത്തരവാദിത്തത്തിലും മുറിച്ചു നീക്കണമെന്ന് കാലേക്കൂട്ടി എല്ലാ പഞ്ചായത്ത് ഈ വ്യക്തികളെ എല്ലാം അറിയിച്ചിട്ടുള്ളതാണ്. വില്ലേജ് അധികൃതരും ഗ്രാമസേവകനും സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പറളി ആറ്റുപുറത്ത് മരം വീണ് വീട് തകർന്നു. പാറക്കൽ ഇസ്മായിലിന്റെ 54 വർഷം പഴക്കമുള്ള വീടിന് മുകളിലേക്കാണ് കൂറ്റൻ മരം കടപുഴകി വീണത്. മഴയ്ക്കൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിലാണ് കൂറ്റൻ മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണത്. വീട് പൂർണ്ണമായും തകർന്നു. താമസിക്കാൻ ഇടമില്ലാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇസ്മായിലിന്റെ കുടുംബം. രോഗിയായ ഇസ്മായിലും ഭാര്യയും 2 മക്കളും താമസിക്കുന്ന വീടാണിത്. വീട് തകർന്നതോടെ നിസ്സഹായാവസ്ഥയിലായ കുടുംബം എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. വീട്ടുസാധനങ്ങൾ ഉൾപ്പെടെ തകർന്നതായി ഇവർ പറഞ്ഞു. പഞ്ചായത്ത് അധികൃതരും സർക്കാരും ഇടപെട്ട് അടിയന്തരമായി വീട് പുനർനിർമ്മിക്കാൻ സഹായം ലഭ്യമാക്കണമെന്ന്
വെൽഫെയർ പാർട്ടി കോങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് കരീം പറളി ആവശ്യപ്പെട്ടു. പഴയ വീടാണ്, പക്ഷേ പുലിമേൽക്ക് വന്നപ്പോൾ വലിയൊരു മരം അതിൻ്റെ മുകളിലാണ് വീണത്. പ്രത്യേകിച്ച് വരുമാന മാർഗമൊന്നുമില്ല. ഇന്നിപ്പോൾ കാലൊരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. 2 മക്കള്, ഒരാള് +2, ഒരാള് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 പഠിക്കുന്നു. വലിയ ബാധ്യതയാണ്. ചെറിയൊരു പെട്ടിക്കട നടത്തിയിട്ടാണ് അവർ ഉപജീവന മാർഗം നടത്തുന്നത്. വലിയ പ്രയാസമാണ്. സർക്കാരിൻ്റെ ശ്രദ്ധയിലൊക്കെ പെടേണ്ടതാണ്. അടിയന്തരമായി ലൈഫ് മിഷനൊക്കെ അനുവദിച്ചു കൊടുക്കേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പഴയന്നൂരിൽ എതിരെ വന്ന വാഹനത്തിന് വശം കൊടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി കുളത്തിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലെയാണ് അപകടം. പഴയന്നൂർ പാറയ്ക്കൽ തേവർ കുളത്തിന് സമീപമായിരുന്നു അപകടം. എതിരെ വന്ന വാഹനത്തിന് വശം കൊടുക്കുന്നതിനിടെ ടിപ്പർ ലോറി കുളത്തിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒരു 8 മണിയോട് ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലായിരുന്നു. അമ്പലത്തിൽ പോകാൻ വന്നാണ്. അതൊരു സൗണ്ട് കേട്ടതിനനുസരിച്ച് പുറത്ത് വന്ന് നോക്കിയപ്പോഴാണ് വണ്ടി തലകീഴായി കിടക്കുന്നത് കണ്ടത്. ആൾ രക്ഷപ്പെട്ടു. അപ്പം തന്നെ ഡ്രൈവർ അപ്പം തന്നെ രക്ഷപ്പെട്ടു. പിന്നെ വേറൊരു വണ്ടിയിൽ പോയിട്ട് നമുക്ക് സൈഡ് കൊടുത്തപ്പോൾ സൈഡ് ഇടിഞ്ഞിട്ട്. പഴയന്നൂർ പൊറ്റ സ്വദേശിയുടേതാണ് ലോറി. ഹോളോ ബ്രിക്സ് ലോഡായിരുന്നു ലോറിയിൽ. കുളത്തിന് നടുവിൽ താഴ്ന്നുപോയ ലോറി വലിയ ക്രെയിൻ എത്തിച്ചാണ് പൊക്കിയെടുത്തത്. ലോറി മുങ്ങിത്താഴും മുമ്പ് ഡ്രൈവർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സ്റ്റേറ്റ് എയ്ഡഡ് കൺട്രോൾ സൊസൈറ്റിയുടെയും NRHMന്റെയും സഹകരണത്തോടെ കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എയ്ഡ്സ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മെഡിക്കൽ ക്യാമ്പും സൗജന്യ BP, ഷുഗർ പരിശോധനയും ഇതോടനുബന്ധിച്ച് നടന്നു. ക്ലബ്ബ് വനിതാവേദിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ഷൊർണൂർ നഗരസഭ മുൻ കൗൺസിലർ C. പുഷ്പ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഫ്രണ്ട്സ് ക്ലബ്ബ് സെക്രട്ടറി C. ബിജു അധ്യക്ഷത വഹിച്ചു. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി MVA P. എഡിസൺ ക്ലാസ് എടുത്തു. സൊസൈറ്റി ഔട്ട്റീച്ച് വർക്കർ K. സുധ, ഫ്രണ്ട്സ് ക്ലബ്ബ് വനിതാവേദി പ്രസിഡന്റ് സുമിജ മനേഷ്, സെക്രട്ടറി TC രാധിക എന്നിവർ സംസാരിച്ചു. അവർക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾക്കത് കയറി വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതിനുള്ളൊരു ടെസ്റ്റാണ് ഇത് ചെയ്യുന്നത് ഇവിടെ. പിന്നെ ഈ ടെസ്റ്റ് ഇവിടെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ നമ്പറുകൾ ഇവിടെ ഏൽപ്പിക്കുന്നതാണ്. ഇവിടെ പബ്ലിക്കിൽ വെച്ചിട്ടോ നമ്മൾ ആരോടും ഇത് പറയാറില്ല. ഇതൊക്കെ നിങ്ങൾ ഫോൺ ചെയ്ത് സാറോ അല്ലെങ്കിൽ നമ്മുടെ മെമ്പർ മേഡം, സാറോ ആശാ വർക്കർ മേഡം നിങ്ങളടുത്ത് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ അതിനകത്ത് താല്പര്യപ്പെടുന്നവർ C. ജയരാജ്, പ്രജിത മനോജ്, K. അനില, A. ആര്യ, കവിത, സൗമിനി, C. രജനി, C. സുജാത, ചിഞ്ചു, ദീപ പുഷ്കരൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറി വാർഷിക ജനറൽ ബോഡി യോഗം ലൈബ്രറി ഹാളിൽ നടന്നു. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി C. വിജയൻ ഉദ്ഘാടനം ചെയ്തു. ABC ഗ്രേഡ് ഉണ്ട്, A+ ഗ്രേഡ് ഉണ്ട്. A+ ഗ്രേഡിൽപ്പെട്ട വായനശാലയാണ് നമ്മുടെ പ്രഭാതം വായനശാല എന്ന് പറയുന്നത്. 10,000-ലധികം പുസ്തകങ്ങളുള്ള, നന്നായി പ്രവർത്തിക്കുന്ന, എല്ലാ മാസവും പരിപാടി സംഘടിപ്പിക്കപ്പെടുന്ന, ആ പരിപാടികളിൽ ആളുകളെ നല്ല രീതിയിൽ പങ്കെടുപ്പിക്കുന്ന, എല്ലാ സമയത്തും മിക്കവാറും തുറന്നിരിക്കുന്ന എന്ന് തന്നെ പറയാം. യോഗത്തിൽ പ്രഭാതം പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് S. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. RG പിള്ള, KC രാജൻ, ഷൊർണൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ P. സിന്ധു, MK രാമചന്ദ്രൻ, CK ഗോവിന്ദൻകുട്ടി, റംല, M. മനോജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട്ട് തോപ്പിൽ ഭാസി ജന്മശതാബ്ദി ആഘോഷം സംഘടിപ്പിക്കും. സംഗീത നാടക അക്കാദമി, യുവകലാ സാഹിതി, പുരോഗമന കലാസാഹിത്യ സംഘം, സ്വർലയ എന്നിവ സംയുക്തമായി ജൂലൈ 28-നാണ് ജന്മശതാബ്ദി ആഘോഷം സംഘടിപ്പിക്കുകയെന്ന് സ്വർലയ സെക്രട്ടറി TR അജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജാതിമത രാഷ്ട്രീയ വൈരം സജീവമായ കാലഘട്ടത്തിൽ തോപ്പിൽ ഭാസിയുടെ ജീവചരിത്രം പുനർവായനയ്ക്ക് വിധേയമാക്കേണ്ടതാണെന്ന് TR അജയൻ ചൂണ്ടിക്കാട്ടി. നാടകത്തിലും സിനിമയിലും വ്യക്തമായ രാഷ്ട്രീയ സന്ദേശം നൽകിയ തോപ്പിൽ ഭാസിയുടെ നിലപാടുകൾ ആവർത്തിച്ചു പറയുന്നത് അനീതിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കൽ കൂടിയാണ്. തോപ്പിൽ ഭാസിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെ ആരംഭിക്കുന്ന ജന്മശതാബ്ദി ആഘോഷത്തിൽ തോപ്പിൽ ഭാസിയുടെ ജീവചരിത്ര മുഹൂർത്തങ്ങൾ പറയുന്ന ഫോട്ടോ പ്രദർശനം, നാടകഗാനാവതരണം, സെമിനാറുകൾ, നാടകപ്രവർത്തകരുടെ ഒത്തുചേരൽ, നാടകാവതരണം എന്നിവയുണ്ടാകും. കേരളത്തിലെ നാടക, സിനിമാ പ്രവർത്തകർ, തോപ്പിൽ ഭാസിയുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ
ചടങ്ങിൽ പങ്കെടുക്കുമെന്നും TR അജയൻ പറഞ്ഞു. മലയാള നാടക രംഗത്തും ചലച്ചിത്ര രംഗത്തും ഇത്രമാത്രം സംഭാവനകൾ നൽകിയ ഒരു കലാകാരൻ വളരെ ചുരുക്കമാണ്. മറ്റൊന്നുള്ളത് അദ്ദേഹത്തിന് വ്യക്തമായ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 1957 അദ്ദേഹം നിയമസഭ സാമാജികനായിരുന്നു. അന്ന് ഒരു ജിഞ്ചർ ഗ്രൂപ്പ് എന്ന പേരിൽ ഉണ്ടായിരുന്ന 5 പേരിൽ ഒരാളായിരുന്നു തോപ്പിൽ വാസി. അദ്ദേഹത്തിന്റെ ഒളിവിലെ ഓർമ്മകളിൽ അദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ കമ്മ്യൂണിസ്റ്റ് അനുഭവങ്ങളെ കുറിച്ചിട്ടുള്ള എഴുത്തുകൾ വന്നിട്ടുണ്ട്. അത് എത്രമാത്രം ക്രൂരമായാണ് അദ്ദേഹം നിർത്തിക്കപ്പെട്ടത് എന്നുള്ളതൊക്കെ അതിനകത്തുണ്ട്. നമ്മൾ വളരെ പ്രധാനമായും ഈ മേഖലയിൽ വലിയ സംഭാവന ചെയ്ത ഒരു മനുഷ്യനെ, ഒരു കലാകാരനെയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദിയിൽ ആദരിക്കുന്നത്. അപ്പൊ ആ ആദരണം പല കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളതിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയപ്പോ എവിടെ നടക്കുന്ന പരിപാടികളെക്കാളും മുന്നിൽ നിൽക്കണം പാലക്കാട് എന്നുള്ള മട്ടിലാണ് നമ്മൾ ഈ പരിപാടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. യുവകലാസാഹിതി ജില്ലാ സെക്രട്ടറി MC ഗംഗാധരൻ, R ശാന്തകുമാരൻ, പ്രസാദ് മാത്യു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാർഗിൽ വിജയത്തിന് 25 വയസ്സ്. നുഴഞ്ഞുകയറിയ പാകിസ്ഥാൻ സേനയെ തുരത്തി ഇന്ത്യൻ സൈന്യം വിജയം കൈവരിച്ചതിന്റെ ആവേശസ്മരണയിൽ രാഷ്ട്രം കാർഗിൽ വിജയ് ദിവസ് ആഘോഷിച്ചു. ജന്മനാടിനായി പൊരുതിയ ധീരജവാന്മാർക്ക് ആദരം. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരെ രാഷ്ട്രം ആദരവോടെ സ്മരിച്ചു. എഴുത്തു ലോട്ടറി. തൃത്താലയിൽ 3 യുവാക്കൾ അറസ്റ്റിൽ. പണവും മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തു. എഴുത്തു ലോട്ടറി മാഫിയയെ സംബന്ധിച്ച രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് മിന്നൽ പരിശോധന നടത്തിയത് മേഴത്തൂർ സെന്ററിലും സമീപത്തെ കടകളിലും. തൃശൂർ വളപ്പാട് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരി 20 കോടിയുടെ തട്ടിപ്പ് നടത്തിയതായി പരാതി. വ്യാജ അക്കൌണ്ടുകളിലേക്ക് വായ്പയെന്ന നിലയിൽ പണം മാറ്റി. ആരോപണവിധേയയായ സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് മാനേജർ കൊല്ലം തിരുമല സ്വദേശിനി ധന്യ ഒളിവിൽ. പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കും. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണന ആരോപിച്ച് പാലക്കാട്ട് CPM പ്രതിഷേധം. സംഘപരിവാർ ആശയങ്ങൾക്ക് വിരുദ്ധമായി പുരോഗമന ചിന്ത ഉയർത്തിപ്പിടിക്കുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി അടിച്ചമർത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. ബജറ്റ് സ്ത്രീവിരുദ്ധമെന്നാരോപിച്ച് ഷൊർണൂരിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രതിഷേധം. പ്രവാസികളോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരള പ്രവാസി സംഘം. കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കേരളത്തിന്റെ ഭൂപടം അയച്ച് യൂത്ത് കോൺഗ്രസ്. വടക്കാഞ്ചേരി വാഴാനി ഡാം തുറന്നു. പുഴയോരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന അധികൃതർ. ഡാമിന്റെ 4 ഷട്ടറുകൾ ഉയർത്തിയത് 5 സെന്റിമീറ്റർ വീതം. മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന കാറ്റ് പരക്കെ നാശം വിതയ്ക്കുന്നു. ദേശമംഗലം കൊണ്ടയൂരിൽ മരം വീണ് വീട് തകർന്നു. വീട്ടിലുണ്ടായിരുന്ന 2 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പറളി ആറ്റുപുറത്ത് മരം കടപുഴകി വീണ് വീട് തകർന്നതോടെ നിർധന കുടുംബം പ്രതിസന്ധിയിൽ. പയ്യന്നൂരിൽ എതിരെ വന്ന വാഹനത്തിന് വശം കൊടുക്കുന്നതിനിടെ ടിപ്പർ ലോറി കുളത്തിലേക്ക് മറിഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.